എൻ്റെ പേര് സേദ് മോഹൻ. എന്നെ പരിചയമില്ലാത്തവരും കുട്ടികൾക്ക് മാത്രമേ പരിചയപ്പെടാൻ സാധ്യതയുള്ളൂ. ഞാൻ അമൃതയിലായിരുന്നു. 3 വർഷമായിരുന്നു നാട്ടിലെത്തിയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത്. അതിന് അമ്പലമാമന് പ്രത്യേക താങ്ക്സ് ഉണ്ട്. പിന്നെ പരിപാടികൾ കളർഫുള്ളാക്കിയ നന്ദിക്കും താങ്ക്സ്. അങ്ങനെ താങ്ക്സ്. നേരത്തെ എല്ലാവരും പഴയ സ്റ്റോറി പറഞ്ഞപ്പോൾ അനുസരിച്ച് പറഞ്ഞതാണ്. പെട്ടെന്ന് ഞാൻ ഓർത്തു, അതാണ് ഞാൻ പറഞ്ഞത്. അതപ്പോൾ പറയാമോ? പ്രത്യേകിച്ചില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോയ്ക്ക് വന്നു പോയിക്കൊണ്ടിരുന്നത്. ഓർമ്മയില്ലല്ലോ. ഞങ്ങളിപ്പോൾ ഓരോ ഓട്ടോയ്ക്കായിരുന്നു സ്ഥിരമായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ഒരു ദിവസം വൈകുന്നേരം ഓട്ടോ വരും സാധാരണ രീതിയിൽ. ഞാൻ അന്നൊരു ദിവസം ക്ലാസ് റൂമിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കായിരുന്നു. അപ്പോൾ ഓട്ടോയാണെങ്കിൽ സാധാരണ ഓടിക്കുന്ന ഡ്രൈവറല്ല അന്ന് തന്നെ വേറൊരാൾ സെയിം ഓട്ടോ ഓടിച്ച് വരുമായിരുന്നു. അപ്പോൾ ആള് വന്ന് സ്ഥിരം കയറണ ബാക്കി പിള്ളേരെ വിളിച്ചിട്ട് പോയി. ഞാനാണെങ്കിൽ ക്ലാസ് റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓട്ടോ വന്നതും കണ്ടില്ല, അവർ പോയതും കണ്ടില്ല. ഞാൻ കുറേ നേരമായിട്ട് ഓട്ടോ വരുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ ആകെ ആരുമില്ലാത്ത സമയമൊക്കെ കുറേ പോയി. ആരുമില്ല, ഓട്ടോയിൽ കയറാൻ ഒന്നും കാണുന്നില്ല. ഞാൻ സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്കായപ്പോൾ എന്നെ വിളിക്കാൻ സാധാരണ വരുന്ന ഓട്ടോ പോയി. കൂടെയുള്ള പിള്ളേരെ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ വീട്ടിലേക്ക് നടന്നു പോവാന്ന്. എന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് തനിയെ ഇറങ്ങിയാൽ നടന്നു. 1ാം ക്ലാസ് പഠിക്കുന്നതാണ്. തനിയെ ഇറങ്ങി കാര്യമായിട്ട് നടന്നു ഒന്ന് പോയി. ഓട്ടോ വരുന്ന വഴി കയ്യേറ്റങ്ങൾ പോയി. പക്ഷെ വഴി തെറ്റി. എന്നിട്ട് മറ്റേ പട്ടികത്തേക്ക് കയറുന്ന ആ ഒരു വഴിയിൽ വെച്ചിട്ട് ഒരു വീട്ടിലെ ആള് ഭാഗ്യത്തിന് അച്ഛൻ്റെ ഒരു പരിചയക്കാരനെ അവിടെ കണ്ടു. അയാൾ എന്നെ തടഞ്ഞു നിർത്തി. മോളം തീ കഴിഞ്ഞു, കൈയുടെ തൊഴിലൊന്നും കാണാറില്ലയോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വഴി തെറ്റി. അങ്ങനെയൊക്കെയാണ് സംഭവം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. എന്നിട്ട് അപ്പോഴത്തേക്കും വഴി തെറ്റിയുള്ള ന്യൂസൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങോട്ട് ഫേമസ് ആയിരുന്നു. അത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞ് അമ്മ അച്ഛനൊക്കെ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് മോളെ കാണുന്നില്ല, വൈകിട്ട് സ്ഥിരം വരുന്ന സമയത്ത് കാണുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കുമ്പോൾ പരിചയമുള്ള ആൾക്കാരൊക്കെ വന്ന് വേഗം ആ മോള് എവിടെ ആയിരുന്നൊക്കെ പോയി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവിടെ വീട്ടുകാരെല്ലാവരും ചേച്ചി അമ്മ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കാം, മോളെ കാണുന്നില്ല. അങ്ങനെ ഞാൻ ചിരിച്ചോണ്ടൊക്കെ കയറി ചെന്നു. അപ്പോഴാണ് എനിക്ക് ഇത്രയൊക്കെ വലിയ സംഭവമാണ് ഞാൻ ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. ഇത്രയും പഴയ സ്ഥലത്ത് നമുക്ക് എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. പലർക്കും അറിയാം, ചേച്ചിക്കൊക്കെ എന്തായാലും അറിയാം, ഓർമ്മ ഉണ്ടാവും. അത്രേ ഉള്ളൂ. എൻ്റെ വലിയൊരു സ്റ്റോറി അതായിരുന്നു പഴയ സമയത്ത്. ആർക്കാ എന്തെങ്കിലും പറയുന്നത് കൈയടിക്കാൻ പറ്റിയ